ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോളും അതുപോലെ തന്നെ ബാട്ടിക്കിൻ്റെ ഒരു 3 വെറൈറ്റി ഐറ്റംസും ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോയുടെ ലാസ്റ്റായിട്ടാണ് ബാട്ടിക് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കാണിക്കുന്നത്. ഫസ്റ്റ് കാണിക്കുന്നത് നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോളിൻ്റെ പരിധാൻ ഗോൾഡിൻ്റെ ബ്രാൻഡിലുള്ള മെറ്റീരിയൽസാണ്. 290 മീറ്റർ കളക്ഷൻസാണ്. ഇതിലുള്ളതെല്ലാം 290 മീറ്ററിൻ്റെ ആണ് എല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടമുള്ള ഡിസൈൻസ് ഏതാണെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. അപ്പം അതേപോലെ തന്നെ ഈ നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോളും ബാട്ടിക്കും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. ഇവിടെ ഫുള്ളി സോൾഡ് ഔട്ട്, സ്റ്റോക്ക് ഒരു പീസ് പോലും ഇല്ലായിരുന്നു, മൊത്തം തീർന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വരാൻ വേണ്ടിയിട്ടും അതുപോലെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടും കുറച്ച് ദിവസം ഡിലേ വന്നു, ഒരു 3-4 ദിവസത്തോളം ഡിലേ വന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളായിട്ട് ഉള്ള ഓട്ടത്തിൻ്റെ ഇടയിലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന ഡിസൈൻസിൽ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് മെറ്റീരിയലും അതിൻ്റെ കൂട്ടത്തിൽ ഷോള് ഇതുപോലെ കാണിക്കുന്നത് അതിൻ്റെ ഷോളുമാണ്. 2 മീറ്ററാണ് ഷോള് വരുന്നത്. പ്യുർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് വരുന്നത്. പരിധാൻ ഗോൾഡിൻ്റെ ബ്രാൻഡ് എല്ലാവർക്കും അറിയാമല്ലോ. പരിധാൻ ഗോൾഡിൻ്റെ രാജ്വാദിയല്ല, ഇത് പ്രോഷൻ ഡിസൈൻ ആണ് കേട്ടോ, ത്രെഡ് ഡിസൈൻ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ്. റേറ്റൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 290 മീറ്ററിൻ്റെ മെറ്റീരിയലിൻ്റെയും ഷോളിൻ്റെയും കൂടെയുള്ള റേറ്റാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. GST അടക്കമുള്ള റേറ്റാണ്. അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള ഡിസൈൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. പിന്നെ മിനിമം 10 പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 10 പീസിന് മേളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള ഹോൾസെയിൽ പ്രൈസാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഇതിലുള്ള റേറ്റിനെക്കാളും 10 രൂപ എക്സ്ട്രായാണ് 10 പീസിൽ താഴെ എടുക്കുമ്പോൾ. 10 പീസിൽ താഴെ 3 പീസ് മുതലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ, സെയിൽ ചെയ്യുന്നത്. അപ്പം അതിന് മേളിലോട്ടുള്ള സെയിൽ മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഇതുകൂടാതെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള കളക്ഷൻസിൽ നിന്നും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാറ്റലോഗിൽ കളക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്തുനിന്നും ഇതുപോലെ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന കളക്ഷൻസിൻ്റെ സിംഗിളായിട്ടുള്ള ഫോട്ടോസ് കാറ്റലോഗിലുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാവുന്നതാണ്, സെലക്ട് ചെയ്ത് അയക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഫോട്ടോസ് അയച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം അയച്ചേക്കുന്ന ഓർഡേഴ്സ് എടുത്ത് വരുന്ന അനുസരിച്ചിട്ടായിരിക്കും എല്ലാവർക്കും ബില്ല് സെൻഡ് ചെയ്യുന്നത്. അപ്പം ഫോട്ടോസ് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽസ് എടുത്തിട്ട് ടോട്ടൽ എമൗണ്ട് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പം ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്തിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ 2 ഡീറ്റെയിൽസും കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ബില്ല് അയക്കാൻ പറ്റുന്നത്. അപ്പോൾ അതും കൂടെ അയയ്ക്കുക. പിന്നെ നമ്മൾ ഇവിടുന്ന് ബില്ലും പേയ്മെൻറ്റ് ചെയ്യേണ്ട നമ്പറും സെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഓർഡർ കൺഫേം ആവുള്ളൂ. പേയ്മെൻറ്റ് ഡിലേ വന്നു, റിപ്ലൈ ഡിലേ വന്നെങ്കിൽ ഓർഡർ ക്യാൻസൽ ആയി പോകും കേട്ടോ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഈ പറയുന്ന ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇതിനകത്ത് നമ്മുടെ റൂൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പം അതെല്ലാം ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്നുള്ളതും പേയ്മെൻറ്റ് വന്നെങ്കിൽ ഓർഡർ കൺഫേം ആക്കുള്ളൂ എന്നുള്ളതും ഒക്കെ നമ്മൾ ഓൾറെഡി പറയുന്നതാണ്. അതുപോലെ മിനിമം 10 പീസ് എടുത്താലാണ് ഇത്ര റേറ്റിൽ കിട്ടുക, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് കേട്ട് എല്ലാം ഓക്കെ ആണ്, എല്ലാം പേയ്മെൻറ്റ് ചെയ്യാനും എല്ലാം ഓക്കെ ആണെന്നുള്ള ആൾക്കാർ ഇതിനകത്ത് മെസ്സേജ് അയക്കുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഡിസൈൻസ് നിങ്ങൾ നോക്കുക. ഇതിനകത്ത് നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. നല്ല കളേഴ്സും വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സുമാണ് കൊണ്ടുവന്നേക്കുന്നത്. പരിധാൻ ഗോൾഡിൻ്റെ ബ്രാൻഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിൽ വിത്ത് ഷോൾ അങ്ങനെ അധികം കിട്ടാനില്ല. അപ്പം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് കിട്ടിയപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ബാട്ടിക്കിൻ്റെ ആണെങ്കിൽ 2-3 വെറൈറ്റി വെറൈറ്റി പല റേറ്റിലും പല GSMലും ഉള്ള ബാട്ടിക് മെറ്റീരിയൽസാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ചുങ്കടിയൊക്കെ വന്നത് ഫുള്ള് തീർന്നു കേട്ടോ, അത് ചുങ്കടി തീർന്നു. അപ്പം അതുപോലെ ഇപ്പം നമ്മൾ ഈ തീരുന്ന ഐറ്റംസ് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് നമുക്കത് പിന്നെ റീസ്റ്റോക്ക് ചെയ്യാൻ ചില ഐറ്റംസ് കിട്ടുള്ളൂ. ചില ഐറ്റംസ് നമ്മൾ തീരുന്നതിന് മുമ്പ് തന്നെ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി മുമ്പോട്ടേക്ക് ഈ ബാട്ടിക്ക് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ തിരക്കിലാണ്. പിന്നെ നമ്മളുടെ ബിസിനസ് റൂം കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡയറക്റ്റ് സെയിൽ ഒക്കെ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള കാര്യങ്ങളുടെ പുറകെയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെയുള്ള ഓട്ടവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂടുതൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഡിലേയും ഒക്കെ വരുന്നത് കേട്ടോ. എങ്കിലും
മാക്സിമം പെട്ടെന്ന് തന്നെ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് ബാട്ടിക് മെറ്റീരിയൽസ് ആണ്. ഇതിനകത്തിപ്പം നല്ല നല്ല വെറൈറ്റി പ്രിൻറ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാട്ടിക്കിൻ്റെയൊക്കെ ഡിസൈൻസും നിങ്ങൾക്ക് ഏതൊക്കെ പീസുകളാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഒന്നിച്ച് സെലക്ട് ചെയ്ത് അയക്കുമ്പോഴാണ് എടുത്തു വരുന്നത്. ആദ്യം അയക്കുന്നവരുടെ എടുത്തു പോകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കളറുകൾ തീർന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകരം കാറ്റലോഗിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് അയക്കുക. അതായത് വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവരെ വീഡിയോ ഒന്ന് അയക്കുന്നത് കൂടാതെ വീഡിയോ കാണാൻ താമസിച്ചിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പല കളേഴ്സും സ്റ്റോക്ക് തീർന്നിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാറ്റലോഗിൽ നിങ്ങൾ നോക്കുക, അതിനകത്ത് തീരുന്നത് ഡിലീറ്റ് ചെയ്യുകയും പുതിയത് ആഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കാറ്റലോഗ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ് വേണ്ടത്. അപ്പം കുറേ കമൻസ് കാണാറുണ്ട് കാറ്റലോഗ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇത് വരുന്നതായതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് സ്റ്റോക്ക് തീരാറുണ്ട്, വേഗം സ്റ്റോക്ക് തീരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചില പീസുകൾ തീർന്നെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് പറയേണ്ടി വരും. ചിലപ്പോൾ വീഡിയോ ഇട്ട് കുറച്ച് സമയങ്ങൾക്കുള്ളിലൊക്കെ തീരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ വീഡിയോ ഇടുന്നതിൻ്റെ പിറ്റേ ദിവസമൊക്കെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഏതൊക്കെ കളക്ഷൻസ് ആണുള്ളതെന്ന് അറിയാൻ കാറ്റലോഗ് നോക്കിയാൽ മതി. അപ്പോൾ കാറ്റലോഗിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാലും മതി കേട്ടോ. ഇതെല്ലാം സിംഗിൾ ബാട്ടിക്കാണ്. ഇതിനകത്ത് സിംഗിൾ ബാട്ടിക്കും അതേപോലെ തന്നെ ഡബിൾ ബാട്ടിക്കിൻ്റെ 2 വെറൈറ്റി ഐറ്റംസുമാണ് കാണിക്കുന്നത്. അപ്പോൾ സിംഗിൾ ബാട്ടിക്കിൽ വരുന്ന ഐറ്റംസാണ് ഈ ഒരു ഐറ്റംസൊക്കെ. പിന്നെ നമ്മുടെ 2 ചാനൽസാണുള്ളത്. 2 ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ചാനലിൽ നമ്മളങ്ങനെ ഭയങ്കര ആക്റ്റീവ് ഒന്നുമല്ല. യൂട്യൂബിൽ അങ്ങനെ ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റാറില്ല. അതുകൊണ്ട് തന്നെ അത് ബിസിനസ്സിൻ്റെ തിരക്കും വേറെ കുറേ തിരക്കും എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പം ഇനി മുമ്പോട്ടേക്കായിട്ട് യൂട്യൂബിലും ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടൊക്കെ നോക്കണം എന്ന ആഗ്രഹമുണ്ട് കേട്ടോ. എല്ലാവരും മെസ്സേജ് അയക്കുമ്പോൾ പറയാറുണ്ട് പഴയ പോലെ വീഡിയോസൊക്കെ ഇടുന്ന്. അപ്പം എന്തായാലും ശ്രമിക്കുന്നുണ്ട്. ഇത് ആണ് ഡബിൾ ബാട്ടിക്ക് ഹെവി ഐറ്റമാണ്. ഇത് കുറച്ച് മറ്റേതിനെക്കാട്ടിൽ റേറ്റ് കൂടുതലാണ് ഈ ഒരു ഐറ്റത്തിന് വരുന്നത്. പക്ഷേ ഒരു വെറൈറ്റി ഐറ്റമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ, അതേപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഡിസൈൻ ഡിഫറെൻ്റ് ആയിട്ട് കളർ സെയിം ആയിട്ട് വേറെയും ഡിസൈൻ ഉണ്ട്. അത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് അടുത്ത ഡിസൈനാണ്. എല്ലാം ചിലപ്പോൾ കാണുമ്പം ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇതിലേത് വേണം എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ച് തന്നാൽ മതി. അപ്പോൾ നമ്മൾ അതനുസരിച്ച് എടുത്തിട്ട് നിങ്ങൾക്ക് ബില്ല് എമൗണ്ടൊക്കെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് തന്നെ മാത്രമായിട്ട് ഒരു ഡിസൈനിൽ നിന്ന് തന്നെ എല്ലാ കളറും സെലക്ട് ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കയ്യിൽ മൊത്തത്തിലുള്ള കളക്ഷനിൽ നിന്ന് ഫുള്ളായിട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ ഇന്ന ഡിസൈനിൽ എല്ലാ കളറും എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ബാക്കിയുള്ള 290 മീറ്റർ 320 ബാക്കി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കളക്ഷൻസും ഐറ്റംസും ഒക്കെ ഉടനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഒത്തിരി ഡിലേ ഇല്ലാതെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. പിന്നെ അജ്രക്കിൻ്റെ കളക്ഷനൊക്കെ ഏകദേശം നമ്മുടെ അടുത്ത് തീരാനായി. കാറ്റലോഗിൽ ഉണ്ടായിരുന്ന കളക്ഷനിൽ ഇപ്പം അർജൻറ്റ് വേണ്ട ആൾക്കാർക്കുള്ളത് കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരാം. ബാക്കിയുള്ളത് ഇനി വരുന്നതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. നമ്മൾ അജ്രക്ക് മാത്രമായിട്ടല്ല എല്ലാ ഐറ്റംസും നമ്മൾ നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിലും റീറ്റെയിലുമാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണോ നല്ലത് കിട്ടുന്നത് അത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഡബിൾ ബാട്ടിക്കിൻ്റെ തന്നെ വേറൊരു ഐറ്റമാണ്. നമ്മൾ മറ്റേ നേരത്തെ കാണിച്ച ഡബിൾ ബാട്ടിക്ക് ഹെവി ഐറ്റമാണ്. അതിൻ്റെ നോർമലായിട്ടുള്ള ഡബിൾ ബാട്ടിക്കാണിത്. അപ്പോൾ ഇതിലൊക്കെ ചെറിയ റേറ്റ് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ GSMൻ്റെ വ്യത്യാസം റേറ്റ് വ്യത്യാസമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാം, കളർ സെലക്ട് ചെയ്യാം, എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി. അപ്പോൾ ഈ ബാട്ടിക് എന്ന് പറയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കുറച്ച് ടോപ്പ് GSMൽ വരുന്ന മെറ്റീരിയലാണ്. ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും, പ്യുവർ കോട്ടൺ ആയിട്ടുള്ളതും ആണ്. അപ്പം ഡിസൈൻസ് ഇതിനകത്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം ഡിസൈൻസ് വരാറുള്ളത്. ഈ ഒരു ടൈപ്പ് ഡിസൈൻസാണ് ബാട്ടിക് മെറ്റീരിയൽ വരാറുള്ളത് കേട്ടോ. അപ്പോൾ അതിനൊരു അത്യാവശ്യം ഡിമാൻഡുള്ള തുണിയുമാണ് കേട്ടോ. എപ്പോഴും കിട്ടാറില്ല. കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം കൊണ്ടുവരാറുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് വരുമ്പോൾ തന്നെ വേഗം തീരാറുമുണ്ട്. അപ്പം ബാട്ടിക്ക് മാത്രമായിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ബാട്ടിക്ക് വന്നോ ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ നമുക്കത് പിന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ പോയാലും ഒരാഴ്ചയൊക്കെ വീണ്ടും ഡിലേ വരാറുണ്ട്.
ഇത് സ്റ്റോക്ക് വന്ന് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് ഒക്കെ വന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഡിലേയും ഒക്കെ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഡിലേക്ക് നമ്മൾ മാക്സിമം കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഇതേപോലെ തന്നെ ബാട്ടിക്കിൻ്റെ ഐറ്റമാണ്, വേറെ ഡിസൈനാണ്. ഡിസൈൻ ചെറിയ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഒരു ഡിസൈനിൽ ഇന്ന കളർ കിട്ടിയില്ലെങ്കിൽ അടുത്ത ഡിസൈനിൽ ആ കളർ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് അതിനകത്തുനിന്നും കൂടെ സെലക്ട് ചെയ്തിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്